തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കട്ടിലിൽ നിന്ന് വീണ രോഗി മരിച്ചതായി പരാതി. കൊല്ലം പേരയം സ്വദേശി വിൽഫ്രഡ് ആണ് മരിച്ചത്. 5-ാം വാർഡിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. മഞ്ഞപ്പിത്തം കരളിനെയും തലച്ചോറിനെയും ബാധിച്ചിരുന്നു. രോഗം മൂലം പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഈ രോഗിക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് ഇദ്ദേഹം കട്ടിലിൽ നിന്ന് വീണത്? എന്താണ് സംഭവിച്ചത്? ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ കരൾ രോഗം ബാധിച്ച മെഡിക്കൽ കോളേജിലെ 5-ാം വാർഡിൽ ചികിത്സയിലായിരുന്നു കൊല്ലം പേരയം സ്വദേശി വിൽഫ്രഡ്. ഈ കരളിന് രോഗം ബാധിച്ചതിന് പിന്നാലെ മഞ്ഞപ്പിത്തവും ഗുരുതരമായിരുന്നു. മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ചതോടുകൂടി പെരുമാറ്റ രീതിയിലടക്കം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 5-ാം വാർഡിൽ കട്ടിലിൽ കിടന്നിരുന്ന രോഗിയാണ് പെട്ടെന്ന് താഴേക്ക് വീണത്. ഈ ചില പെരുമാറ്റങ്ങൾ തോന്നി പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷേ ഈ നിലത്തേക്ക് വീഴുകയും അപ്പോൾ തന്നെ വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ തന്നെ രോഗിക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നതാണ് പ്രാഥമികമായും ആശുപത്രി അധികൃതർ പറയുന്നത്. കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ചതോടുകൂടി തന്നെ ഈ പെരുമാറ്റത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ രോഗി കാണിച്ചിരുന്നു. അങ്ങനെയാണ് അപ്രതീക്ഷിതമായി കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമാകും. എന്തെങ്കിലും തരത്തിൽ ഈ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണത് മരണത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അക്കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുമെന്നും നടപടിയെടുക്കുമെന്നുമാണ് നിലവിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി, പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്.